കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ക്രിസ്തു യേശുവിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹവന്ദനം. കഴിഞ്ഞ ഒരു വർഷം വിശുദ്ധ വേദപുസ്തകത്തിലെ ഞങ്ങൾ പഠിച്ച 12 പുസ്തകങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത 12 പ്രധാന സ്ത്രീ കഥാപാത്രങ്ങൾ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ പുനരാവിഷ്കരിക്കപ്പെടുന്നു. പലപ്പോഴും ഇവരുടെ നല്ല വശങ്ങളെ നമ്മൾ മനഃപൂർവ്വമല്ലെങ്കിലും പരിഗണിക്കുകയും അതിന് പ്രാധാന്യം നൽകുകയും ചെയ്യുന്നു. ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി ഇവരുടെ ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകളിലൂടെയുള്ള ഒരു ചെറിയ തിരിഞ്ഞുനോട്ടം. പാപം നിറഞ്ഞ ഈ ലോകത്തിൽ നമുക്ക് നമ്മെ തന്നെ സൂക്ഷിപ്പാൻ എപ്രകാരം ഇവരിൽ നിന്നും പാഠം ഉൾക്കൊള്ളാം എന്ന് നോക്കാം. ദൈവം തിരഞ്ഞെടുത്ത ഈ സ്ത്രീരത്നങ്ങൾക്ക് പോലും ഉണ്ടായ പരീക്ഷണങ്ങൾ ഇന്നും നിലനിൽക്കുന്നു. നാം ജഡത്തിലായിരിക്കുമ്പോൾ ജഡത്തിന്റെ ഫലങ്ങളായ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവ നമ്മെ കീഴ്പ്പെടുത്താതെ നാം ദൈവശക്തിയാൽ ഇവയെ നേരിടേണ്ടതാകുന്നു. ഈ 12 സ്ത്രീരത്നങ്ങളും ഇവയിൽ പലതിനോടും പോരാടിയവരാണ്. ഇതിന്നും തുടരുന്നതാകിയാൽ നമുക്കും ഈ പോരാട്ടത്തിൽ പങ്കുചേരാം. ഇന്ന് ഇവിടെ തികച്ചും സാങ്കല്പികമായ ഒരു സാഹചര്യത്തിൽ ഇവരെല്ലാവരും ഒത്തുചേരുന്നു. വരൂ, നമുക്ക് അവരെ ശ്രമിക്കാം. ആഹാ, ഞായറാഴ്ചയായിട്ട് എല്ലാവരും ഉണ്ടല്ലോ. നിങ്ങൾക്ക് എന്നെ മനസ്സിലായില്ലേ? ഞാൻ ഹൗവ, ആദ്യ സ്ത്രീ. നിങ്ങൾക്കറിയാമല്ലോ, ഞാനും എൻ്റെ പ്രിയതമനും ഏദൻ തോട്ടത്തിൽ എത്ര സന്തോഷത്തോടെയാണ് ജീവിച്ചതെന്ന്. എന്നും വൈകുന്നേരം ദൈവം തോട്ടത്തിൽ വരും, ഞങ്ങൾ ഒരുമിച്ച് സമയം ചെലവഴിക്കും. അതൊക്കെയായിരുന്നു മനോഹരമായ സമയങ്ങൾ. എന്നാൽ സാത്താന്റെ പ്രലോഭനത്തിൽ എന്ന് ഞാൻ വീണുപോയോ അന്ന് പോയി കിട്ടി ആ കൂട്ടായ്മയുടെ സന്തോഷം. ഞാൻ കാരണം ആദാമും പാപം ചെയ്തു. എൻ്റെ അനുസരണക്കേടും കൺമോഹവും കാരണം സ്ത്രീകൾ മുഴുവൻ ശാപഗ്രസ്തരായി തീർന്നു. എന്നിലൂടെ വന്ന പാപം ഇന്നും നിലനിൽക്കുന്നു. പലരും ഇപ്പോഴും പ്രലോഭനത്തിൽ വീണു പോകുന്നു. അല്ല, ഇത് ആരായി നിൽക്കുന്നേ? ഹവ കൊച്ചുമയല്ലേ? എന്ത് പറ്റി മുഖം വല്ലാതെ ഇരിക്കുന്നത്? ഓ, സാറയോ? ഒന്നുമില്ല സാറാ, നിനക്ക് സുഖമല്ലേ? ഞാൻ എനിക്ക് പറ്റിയ വീഴ്ചകളെ പറ്റി ഇവരോടൊക്കെ പറയുകയായിരുന്നു. അങ്ങനെ ഓരോന്നും ഓർത്തു നിന്നു പോയതാ. സാറാ, നിന്നെ പറ്റി എനിക്ക് വളരെ അഭിമാനമാണ് കേട്ടോ. വേദോസ്തു നിന്റെ വിശ്വാസത്തെ പറ്റി എടുത്തു പറയുന്നു. വിശ്വാസത്താൽ സാറയും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തൻ എന്നെണ്ണിയാൽ പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിന് ശക്തി പ്രാപിച്ചു എന്ന് എബ്രായർ 11:11 പറയുന്നു. കൊച്ചമ്മ പറഞ്ഞതൊക്കെ ശരിയാണ്. എന്നാൽ എന്നിലും ചില കുറവുകൾ ഉണ്ടായിരുന്നു. വരും തലമുറയോട് എനിക്കും പറയണം അതൊക്കെ. ദൈവത്തിന്റെ വാഗ്ദത്ത നിവൃത്തിക്കായി ഞാൻ ഒട്ടും ക്ഷമയോടെ കാത്തിരുന്നില്ല. ഞാൻ എൻ്റെ ദാസിയായ ഹാഗാറിനെ എൻ്റെ ഭർത്താവായ അബ്രഹാമിന് കൊടുത്തു. ഒടുക്കം അവൾ ഗർഭിണിയായപ്പോൾ ഞാൻ നിന്ന പാത്രമായി. എന്നെ ഒരുപാട് ശുശ്രൂഷിച്ചതാണ് ആഹാർ. എന്നാൽ അതൊക്കെ മറന്ന് ഞാനും അല്പം കഠിനമായി അവളോട് ചെയ്തു. എല്ലാം എൻ്റെ അക്ഷമ കൊണ്ടുവന്നതാണ്. ശരിയാണ് സാറാ, നമ്മൾ ഒരിക്കലും ക്ഷമയില്ലാത്തവരാകരുത്. ദൈവം വാഗ്ദത്തം ചെയ്താൽ നിവർത്തിപ്പാൻ മതിയായവനാണ്. വിശ്വാസത്തോടെ നാം കാത്തിരിക്കണം. അല്ല, എൻ്റെ കൂടെ എൻ്റെ മരുമകൾ റെബേക്കയും വന്നതാണല്ലോ. നമ്മൾ സംസാരിച്ചിരുന്നപ്പോൾ അക്കാര്യം ഞാൻ വിട്ടേ പോയി. ഈ കുട്ടി ഇത് എവിടെ പോയി? റെബേക്ക, റെബേക്ക. ഞാനിവിടെ ഉണ്ട്. അവിടെ ഒരാൾ കിണറ്റിനരികിലുണ്ട്, കൂടെ കുറെ ഒട്ടകങ്ങളും. ഞാൻ കുറച്ച് വെള്ളം കോരി അദ്ദേഹത്തിന് കൊടുത്തു, കൂടെ ഒട്ടകങ്ങൾക്കും. നീ ഇനി ഇത് നിർത്തിയില്ല കുഞ്ഞെ. എല്ലാം നല്ലത്. കേട്ടോ കൊച്ചമ്മേ, ഇവൾ വലിയ പരോപകാരിയാണ്. എൻ്റെ മകൻ ഇസാക്കിന് ഇവളോട് നല്ല സ്നേഹമാണ്. നല്ലപോലെ കുടുംബം നോക്കുന്ന മോളാണ്. ദൈവം ഇവൾക്ക് ഇരട്ട ആൺമക്കളെ കൊടുത്ത് അനുഗ്രഹിച്ചു. നല്ല മിടുക്കന്മാരാണ് രണ്ടുപേരും. മോളെ കണ്ടതിൽ ഒരുപാട് സന്തോഷം. ഇങ്ങനെ വേണം കുട്ടികളായാൽ. അയ്യോ, മോൾ എന്തിനാ വിഷമിക്കുന്നത്? കുഞ്ഞിന്റെ മുഖം മാടിയല്ലോ. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഞാൻ ദൈവവിശ്വാസിയൊക്കെയാണ്. എൻ്റെ കുടുംബത്തെ നല്ലപോലെ നോക്കൂ, പരോപകാരിയാണ്, ഒക്കെ ശരിയാണ്. പക്ഷേ എന്നിൽ വലിയൊരു കുറവുണ്ട്. അയ്യോ, എന്തു പറ്റി മോളെ? ഞാൻ എൻ്റെ 2 മക്കളെയും 2 രീതിയിലാണ് സ്നേഹിച്ചത്.
എനിക്ക് മൂത്തവനേക്കാൾ ഇളയവനോടാണ് ഇഷ്ടം. ആരും ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല. മക്കളിൽ പക്ഷാഭേദവും വേർതിരിവും കാണിച്ച് എനിക്ക് വളരെ ദുഃഖമുണ്ടമ്മേ. യാക്കോബിനെ കൊണ്ട് ഞാൻ തെറ്റ് ചെയ്യിച്ചു. ഇത് കാരണം അവർക്കിടയിൽ ശത്രുതയായി, തലമുറകളായി തീരാത്ത ശത്രുത. ശരിയാണ്. നാം ഒരിക്കലും മക്കളെ വേർതിരിച്ച് കാണരുത്. ഒരുപോലെ സ്നേഹിക്കാൻ പഠിക്കണം. ദൈവം എല്ലാവരും ഒരുപോലെ സ്നേഹിക്കാനല്ലേ നമ്മളെ പഠിപ്പിച്ചിരിക്കണേ. എന്നാ പിന്നെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. മീറ്റിംഗ് തുടങ്ങാറാവുമ്പോഴത്തേനും ഞാൻ പോയിട്ട് ഇങ്ങ് വരാം. ഈ ആദാമിനാണെങ്കിൽ ഞാൻ തന്നെ ചായ ഇട്ട് കൊടുക്കണം. വേഗം പോയി ചായ ഇട്ട് കൊടുത്തിട്ട് വരാം. ശരിയാവാ കൊച്ചമ്മേ, വൈകുന്നേരം കാണാം. ആഹാ മോളെ, ലേയല്ലേ വരുന്നത്? അതെ അമ്മേ, ലേയും റാഹേലും ഇന്നത്തെ മീറ്റിംഗിന് വരുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. യാക്കോബിന് റാഹേലിനായിരുന്നു പ്രിയം. എങ്കിലും ഇവൾക്കായിരുന്നു അവന്റെ ആദ്യ ഭാര്യയാകാനുള്ള ദൈവനിയോഗം. വന്ദന സാറാമ്മച്ചി, വന്ദന അമ്മേ, സുഖമല്ലേ രണ്ടുപേർക്കും? സുഖമായിരിക്കുന്നു മോളെ. ഞാൻ നിന്നെപ്പറ്റി സാറാമ്മച്ചിയോട് പറയുകയായിരുന്നു. നീ ഒരുപാട് അനുഗ്രഹിക്കപ്പെട്ടവളാണ്. നീയും നിന്റെ സഹോദരി റാഹേലും എത്ര സ്നേഹത്തോടെയാണ് യാക്കോബിന് ഭാര്യമാരായിരിക്കുന്നത്. ദൈവം നിന്നെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ശരിയാണമ്മേ, നിങ്ങൾ രണ്ടുപേരും പറഞ്ഞത് ശരിയാ. എനിക്ക് മാത്രമേ സത്യാവസ്ഥ അറിയൂ. അതെന്താ മോളെ? അല്ലമ്മേ, ചില കാര്യങ്ങൾ എന്നിലും ശരിയല്ലാത്തതായിട്ടുണ്ട്. ഒരുപക്ഷെ ഇന്ന് ഇവിടെ വെച്ച് ഞാൻ ഇവരോട് പറഞ്ഞാൽ ഇവരുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ കഴിഞ്ഞാലോ? അല്ലേ? ദൈവം എനിക്ക് മക്കളെ തന്നു. പക്ഷേ എൻ്റെ ഭർത്താവിന് റാഹേലിലായിരുന്നു എന്നേക്കാൾ പ്രിയം. അതും അവൾക്ക് മക്കളില്ലാതിരുന്നപ്പോഴും. അതുകൊണ്ട് എനിക്ക് അവളോട് ആകെ അസൂയയായി. ഞാൻ എൻ്റെ മകൻ കൊണ്ടുവന്ന ദൂതായിപ്പഴം കൊടുത്തിട്ട് അവളുടെ അടുത്തു നിന്ന് എൻ്റെ ഭർത്താവിനെ എൻ്റെ അടുക്കൽ വരുത്തി. ദൈവം നന്മകളെ നൽകുമ്പോൾ അസൂയ എന്ന ജഡീക ഫലം നമ്മളിൽ വളരാൻ പാടില്ല. മോള് പറഞ്ഞത് വളരെ ശരിയാണ്. അസൂയ വലിയ അപകടം പിടിച്ച ഒന്നാണ്. ആട്ടെ, നീ ഒറ്റയ്ക്കാണോ വന്നത്? റാഹേൽ എവിടെയാ? റാഹേൽ എൻ്റെ കൂടെ വന്നതാണ്. അതാ അവിടെ ഒരു കടയിൽ കയറി അവിടെയുണ്ട്. ചേച്ചി ക്ഷമിക്കണം, ഞാൻ ആ വിഗ്രഹങ്ങളുടെ കട കണ്ടപ്പോൾ ഒന്ന് നിന്നുപോയി. എന്തു മനോഹരമായിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മുടെ അപ്പന്റെ വീട്ടിലെ വിഗ്രഹങ്ങളെക്കാളും കുറേ അധികം മോഡലുകൾ ഇവിടെയുണ്ട്. ഒരെണ്ണം ഞാൻ അങ്ങ് വാങ്ങി. മോളെ, നിനക്ക് സുഖമല്ലേ? എന്റെ സഹോദരൻ ലാബാനും സുഖമായിരിക്കുന്നു. സുഖം തന്നെ അമ്മേ. അമ്മയ്ക്ക് എന്നോടൊന്നും തോന്നരുതേ. എനിക്ക് ഈ വിഗ്രഹങ്ങളെ വിട്ടുകളയാൻ പറ്റുന്നില്ല. അപ്പന്റെ അടുക്കൽ നിന്ന് പണ്ട് പോന്നപ്പോഴും ഞാൻ വിഗ്രഹങ്ങളെ എടുത്തുകൊണ്ട് പോന്നു. വിഗ്രഹാരാധന വലിയ പാപമാണെന്നും അത് കൽപ്പനയ്ക്ക് വിരോധമാണെന്നും എനിക്ക് അറിയാം. എന്ത് ചെയ്യാനാ? ഇതിന്റെ ഫലം ഞാൻ അനുഭവിച്ചു. വഴിയിൽ ഞാൻ നശിച്ചുപോയി. നിങ്ങളെങ്കിലും ഈ വിഗ്രഹാരാധനയിൽ പെടരുത്. എൻ്റെ എളിയ അപേക്ഷയാണ്. വരൂ, നമുക്ക് പോകാം. മീറ്റിംഗ് തുടങ്ങാറായി. എൻ്റെ ബലവും എൻ്റെ സംഗീതവും, എൻ്റെ ബലവും എൻ്റെ സംഗീതവും, എൻ്റെ രക്ഷയുമീശുവത്ര ഹല്ലേലൂയാ, എൻ്റെ രക്ഷയുമീശുവത്ര ഹല്ലേലൂയാ. എല്ലാവരും ഇങ്ങനെ മിണ്ടാതെ നിന്നാൽ എങ്ങനാ? നമുക്കൊന്നിച്ച് ദൈവത്തെ പാടിപ്പുകഴ്ത്താം. സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിൽ ഉന്നതനെ, നാഥൻ നാൾതോറും ചെയ്ത നന്മകളോർത്തു പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. ഞാൻ മോശയുടെ സഹോദരി മിറിയാം. വേദപുസ്തകത്തിൽ എന്നെ പ്രവാചകി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഞാൻ എൻ്റെ കൂട്ടു സഹോദരിമാരോട് ചേർന്ന് ദൈവത്തെ പാട്ടും തപ്പോടും കിന്നരത്തോടും സ്തുതിക്കാറുണ്ട്. ദൈവം ചെയ്ത അത്ഭുതങ്ങൾ നേരിട്ട് കണ്ട വ്യക്തിയാണ് ഞാൻ. ഇങ്ങനെയൊക്കെയാണെങ്കിലും എനിക്ക് ദൈവം മുമ്പാകെ വലിയൊരു വീഴ്ച സംഭവിച്ചു. ഞാൻ എൻ്റെ സഹോദരനായ മോശയ്ക്ക് വിരോധമായി പെറുപെറുത്തു, അതും അഹ്റോനോട്. നിങ്ങൾ ഇത് കണ്ടോ? ഇതിന് ദൈവം തന്ന ശിക്ഷയാണ് ഈ കാണുന്ന കുഷ്ഠരോഗം.
പ്രിയപ്പെട്ടവരെ, നാം ദൈവത്തോട് എത്ര അടുത്ത് ജീവിച്ചാലും നാം മറ്റുള്ളവർക്ക് എതിരായി പിറുപിറുത്താൽ ദൈവത്തിനത് അനിഷ്ടമായി തീരും. മറ്റുള്ളവരോട് പക, പിണക്കം മുതലായവ ജഡീക ഫലങ്ങൾ നമ്മിൽ ഉണ്ടായിക്കൂടാ. മിരിയാം, കർത്താവ്, എന്തുവാ ഞാൻ ഈ കാണുന്നത്? ഒരുപാട് ആഗ്രഹിച്ചതാ ഒന്ന് കാണണമെന്ന്. പറ്റിയാൽ മിരിയാമിന്റെ കൊയറിൽ ചേരണമെന്ന്. അതിനെന്താ റാഹാബ്, തീർച്ചയായും നിന്നെ കണ്ടതിൽ എനിക്ക് ഒരുപാട് സന്തോഷം റാഹാബ്. നീ നിന്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവത്തെ സേവിക്കുവാനുള്ള അവസരം കളയാതെ തീക്ഷ്ണതയോടെ നിൽക്കുന്നു. യോശുവയ്ക്കും എല്ലാ ഇസ്രായേൽ മക്കൾക്കും വലിയൊരു നന്മയാണ് നീ ചെയ്തത്. അതുകൊണ്ടാണല്ലോ ലോകരക്ഷിതാവായ ക്രിസ്തുവിന്റെ വംശാവലിയിൽ നിന്റെ പേരും ഉൾപ്പെട്ടത്. നീ നിന്റെ പാപങ്ങളെ ഉപേക്ഷിക്കാൻ തയ്യാറായി. അഭിനന്ദനങ്ങൾ. ഒന്നിനും ഞാൻ യോഗ്യയല്ല മിരിയാം. എല്ലാം ദൈവത്തിന്റെ കൃപ. എന്റെ പാപങ്ങൾ വലിയതായിരുന്നു. അശുദ്ധി, ദുഷ്കാമം ഒക്കെയും എന്നെ പിടിച്ചിരുന്നു. എന്നാൽ സർവശക്തനായ ദൈവം എന്നോട് കരുണ തോന്നി. ആ കാണുന്ന വലിയ മതിലിന്റെ മുകളിലായിരുന്നു എന്റെ താമസം. ആ വരുന്നത് ജഡ്ജി തബോറ അല്ലേ? കോടതി കഴിഞ്ഞ് വരുവാണെന്ന് തോന്നുന്നു. നമസ്കാരം മിരിയാം. ആഹാ, റഹാബും ഉണ്ടല്ലോ. ആശ്ചര്യപ്പെട്ട് നോക്കേണ്ട, ഞാനും സ്ത്രീജന കൂട്ടായ്മയ്ക്ക് വന്നതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പറയണേ, ഞാൻ പ്രാർത്ഥിച്ച് സഹായിക്കാം. എത്ര വലിയ മനസ്സാണ് ദബോരയ്ക്ക്. തങ്ങളുടെ വാക്കുകൾക്ക് നന്ദി. നിങ്ങളുടെ എളിമ പ്രശംസനീയമാണ്. ഇസ്രായേലിൽ ന്യായപാലനം ചെയ്ത ഏക സ്ത്രീയും പ്രവാചകയുമാണ്. ഞങ്ങൾക്ക് വളരെ അഭിമാനമുണ്ട് ദെബോറയെ ഓർത്ത്. ഒക്കെ ശരിയാണ് റാഹാബ്, ഞാൻ ഒരുപാട് ബഹുമാനിക്കപ്പെടുന്നു. ദൈവം നൽകിയ കൃപകളും അനുഗ്രഹങ്ങളും നാം സൂക്ഷിച്ചില്ലെങ്കിൽ നമുക്കും അവ നഷ്ടപ്പെടും. മീറ്റിംഗിന് സമയമായി, വരൂ നമുക്ക് പോകാം. ശരിയാണ്, വരൂ നമുക്ക് പോകാം. സംസാരിച്ചു നിന്ന് നേരം പോയത് അറിഞ്ഞില്ല. അമ്മ ഇനി എന്നോട് ഒന്നും പറയരുതേ പ്ലീസ്. എന്ത് പറഞ്ഞാലും ശരി, ഞാൻ അമ്മയെ വിട്ട് എങ്ങോട്ടും പോകില്ല. നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം എന്റെ ദൈവം. നീ താമസിക്കുന്നിടത്ത് ഞാനും താമസിക്കും. മോളെ, ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക്. ഓർപ്പയെ കണ്ടില്ലേ? നീയും നിന്റെ അപ്പന്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോകൂ. നിനക്ക് ഭർത്താവായി തരാൻ ഇനി എനിക്ക് മക്കളില്ല. അമ്മ അങ്ങനെ പറയരുതേ, ഞാൻ പോകില്ല. നിനക്കറിയാമോ, അപ്പത്തിന്റെ നാടായ ബെത്ലഹേമിൽ ഒരു ക്ഷാമം വന്നപ്പോൾ ഞാനും എൻ്റെ ഭർത്താവും 2 മക്കളുമായി മോവാബിലേക്ക് ഓടിപ്പോയി. ഇപ്പൊ കണ്ടില്ലേ, എനിക്ക് എൻ്റെ ഭർത്താവിനെയും മക്കളെയും നഷ്ടപ്പെട്ടു. ഇപ്പോൾ ബെത്ലഹേമിൽ ദൈവം തന്റെ ജനത്തിന് വേണ്ടതെല്ലാം നൽകുന്നു. മോളെ, ഞങ്ങൾ ദൈവപ്രവൃത്തിക്കായി പ്രാർത്ഥിക്കുകയോ കാത്തിരിക്കുകയോ ചെയ്യാതെ ദൈവത്തെ അവിശ്വസിച്ച് ഓടിപ്പോന്നു. നാം ഒരിക്കലും ദൈവത്തെയോ അവന്റെ ശക്തിയെയോ അവിശ്വസിച്ചുകൂടാ. നമ്മുടെ ജീവിതത്തിലും പ്രശ്നങ്ങൾ വരുമ്പോൾ ഓടിപ്പോകാതെ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും വേണം. അവ നമ്മുടെ സാഹചര്യങ്ങളെ മാറ്റും. അമ്മ വിഷമിക്കേണ്ട, തീർച്ചയായും ദൈവം നമ്മെ അനുഗ്രഹിക്കും. നമുക്കൊരു വീണ്ടെടുപ്പുണ്ടാകും. കഴിഞ്ഞ കാലങ്ങളിലെ നഷ്ടങ്ങളെ ദൈവം അനുഗ്രഹമാക്കി തരും. നോക്കൂ മോളെ, ഹന്നയല്ലേ വരുന്നത്. ദൈവത്തോട് ഒരുപാട് കരഞ്ഞ് അനുഗ്രഹത്തെ നേടിയതാണ് ഹന്ന. ദൈവം ഒരു ഓമന കുഞ്ഞിനെ കൊടുത്ത് അവളെ അനുഗ്രഹിച്ചു. ഹന്ന, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അല്ല, ഇത് ആരൊക്കെയാ? അമ്മായിമ്മയും മരുമകളും മീറ്റിങ്ങിന് വന്നതാണോ? അതെ ആന്റി, ആന്റിക്ക് സുഖല്ലേ? ദൈവകൃപയാൽ ക്ഷേമമായിരിക്കുന്നു മോളെ. പെനീനയ്ക്കും ഏൽക്കാനയ്ക്കും എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാം നന്നായി പോകുന്നു. എല്ലാ വർഷവും ഞങ്ങൾ ദേവാലയത്തിൽ പോകും. ശമൂവേലിനെയും കാണും. വർഷാന്തര യാഗവും കഴിക്കും. ഇത്രയൊക്കെ ആണെങ്കിലും എൻ്റെ ഉള്ളിൽ ഒരു കുറ്റബോധം ഇടയ്ക്കിടയ്ക്ക് പൊങ്ങി വരുന്നു. എന്തു പറ്റി ഹന്ന? വിഷമിക്കേണ്ട, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഇന്ന്. നവോമിക്കറിയില്ലേ, എൻ്റെ ഭർത്താവ് എന്നെ ഒരുപാട് സ്നേഹിക്കുന്നു. ദൈവം എൻ്റെ കണ്ണുനീരിന് മറുപടിയായി ശമൂവേലിനെയും തന്നു. എന്നാൽ ഞാൻ പലപ്പോഴും എൻ്റെ ജീവിതത്തെ തിരിഞ്ഞു നോക്കും. ശമൂവേൽ ജനിക്കുന്നതിന് മുൻപ് എനിക്ക് പലപ്പോഴും പെനീനയോട് അസൂയയായിരുന്നു. ഇനി ഒരിക്കലും എൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഉണ്ടാവില്ല. പെനീനയും ഞാൻ ഒരുപോലെ സ്നേഹിക്കും. നല്ലത് ഹന്ന.
ദൈവം നിന്നെ അനുഗ്രഹിക്കും. വരൂ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ബഥേൽ ഗോസ്ബൽ മിഷന്റെ വചനവഴി 2024 വന്നതാണ് ഞാൻ. ആഹാ, എല്ലാവരും കടന്നു വന്നിട്ടുണ്ടല്ലോ. ഈ ദിവസത്തിന് വേണ്ടി ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതും പ്രാർത്ഥിച്ചതുമാണ്. ഞാൻ എന്നെ പരിചയപ്പെടുത്തുവാൻ മറന്നു. ഞാൻ എസ്തർ, അഹസ്വേരോശ് രാജാവിന്റെ രാജ്ഞി. നിങ്ങൾക്കറിയാം, എന്നെയും എൻ്റെ അങ്കിളായ മൊർദെഖായിയെയും. ഞാനൊരു സാധാരണക്കാരിയായ യുവതിയായിരുന്നു. എന്നാൽ ദൈവം തൻ്റെ ജനത്തിന്റെ രക്ഷയ്ക്കായി എന്നെ ഉപയോഗിച്ചു. രാജകീയ പദവി തന്ന് ദൈവം എന്നെ മാനിച്ചു. എങ്കിലും ഭയം എന്നിൽ ഉണ്ടായിരുന്നു. തൻ്റെ ദാസനായ മൊർദെഖായിയുടെ വാക്കുകൾ എന്നെ പിടിച്ചുലച്ചു. പിന്നീടുണ്ടായ ചരിത്രം നിങ്ങൾക്കറിയാമല്ലോ. ദൈവം എന്നെ ധൈര്യപ്പെടുത്തി. ദുഷ്ടനായ ഹാമാൻ വധിക്കപ്പെട്ടു. ദൈവജനത്തിന് വിടുതലുണ്ടായി. അർഹിക്കാത്ത ചില പദവികൾ ദൈവം തന്ന് നമ്മെ നിർത്തുമ്പോൾ ദൈവപ്രവർത്തികൾ നമ്മിലൂടെ നിറവേറ്റപ്പെടാൻ നാം ധൈര്യത്തോടെ നിൽക്കണം. ദൈവം നമ്മിലൂടെ വൻ കാര്യങ്ങളെ ചെയ്യും. നിങ്ങൾ ഈ ലൂത്തിനെ കണ്ടില്ലേ? അന്യജാതിയിൽപ്പെട്ടവളായിരുന്നിട്ടും ദൈവം അവളെ വീണ്ടെടുത്തു, ഉയർത്തി. തൻ്റെ അമ്മായിമ്മയുടെ അനർത്ഥത്തിൽ കൂടെ നിന്ന് സത്യദൈവത്തെ സേവിച്ച അവളെ ലോകരക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ വംശപരമ്പരയിൽ അമ്മച്ചിയാകുവാൻ ഭാഗ്യം കൊടുത്തു. ദൈവം തിരഞ്ഞെടുക്കുന്നത് ജാതിയെയോ മതത്തെയോ കുലത്തെയോ പദവിയെയോ ധനത്തെയോ ഒന്നും നോക്കിയല്ല, മറിച്ച് ദൈവത്തെ സ്നേഹിക്കുന്ന ഹൃദയങ്ങളെയാണ്. Hallelujah. Hallelujah. Praise the Lord. Praise the Lord. പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ അവിടെ നിന്ന് ശ്രദ്ധിക്കുകയായിരുന്നു. നിങ്ങളുടെ ഇന്നത്തെ ഏറ്റുപറച്ചിൽ തീർച്ചയായും ഇവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. എന്നാൽ പ്രിയ ദൈവമക്കളെ, നിങ്ങളോട് എനിക്ക് ഒന്ന് പറയുവാനുണ്ട്. നമുക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു തന്ന ഒരു യേശു ക്രിസ്തുവിനെ പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. അവൻ നല്ല സ്നേഹിതനാണ്. അവൻ നമ്മുടെ രക്ഷയാണ്. മനുഷ്യകുലത്തിന്റെ പാപത്തിന്റെ മോചനത്തിനായി ദൈവമായിരിക്കെ മനുഷ്യനായി അവതരിച്ച് കൂടെ വസിച്ച് പീഡിപ്പിക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്നും നമുക്കായി ജീവിക്കുന്ന ഒരു യേശു ക്രിസ്തു ഉണ്ട്. അവനിൽ മാത്രമേ രക്ഷയുള്ളൂ. അവനിൽ മാത്രമേ നിത്യജീവനുള്ളൂ. ഈ ക്രിസ്തു നമ്മുടെ കൂടെയുണ്ടെങ്കിൽ ഈ പറഞ്ഞ സകല ജഡീക ഫലങ്ങളെയും അതിജീവിച്ച് മറിച്ച് നമ്മിൽ ആത്മീക ഫലങ്ങളെ കായ്പാൻ ദൈവം നമ്മെ സഹായിക്കും. നിത്യജീവനെ വാഗ്ദാനമായി തന്നിരിക്കുന്ന ദൈവത്തിനോട് കൂടെ പോകുവാൻ ദൈവം നമ്മെ സഹായിക്കും. അവന്റെ 2ാമത്തെ വരവിനായി വിശുദ്ധിയോടെ നമുക്ക് ഒരുങ്ങാം. ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ ഓരോരുത്തരെയും അതിന് സഹായിക്കുമാറാകട്ടെ. ആമേൻ. താങ്ക് യു ഓൾ. ഇന്ന് ഈ കൊച്ചു സ്കിറ്റ് ഇവിടെ ചെയ്യുവാനായിട്ട് ദൈവം ഞങ്ങളെ സഹായിച്ചോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇതിലെന്തെങ്കിലും പാകപ്പിഴകൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ക്ഷമിക്കുക. ഈ കഥാപാത്രങ്ങൾക്ക് ഇന്നിവിടെ മാറ്റുരച്ച വ്യക്തികളെ ഞാനൊന്ന് പരിചയപ്പെടുത്തട്ടെ. ഹൗവയായി ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വന്നത് മിസ്സസ് ലിജി മാറ്റ്. താങ്ക് യു ലിജി. സാറ, മിസ്സസ് ജൂജി ജോൺ. റെബേക്ക, മിസ്സസ് സൂസൻ ബ്ലസൻ. ലേയ, മിസ്സസ് ആനി റിജോ. റാഹേൽ, മിസ്സസ് ഷേർലി പ്രിൻസ്. മിറിയ, മിസ്സസ് രജനി ജിജു. Rahab, Mrs. Beena Glenu. Deborah, Mrs. Bindu Ben. Naomi, Mrs. Gladys Jerry. Ruth, Mrs. Chinju Abhilash. Hannah, Mrs. Ranjini Sijimon. Finally, Esther, Mrs. Annie Reggie. പിന്നെ ഈ പാവം സുശേഷക ജിജി മെൽവിൻ. താങ്ക് യു സോ മച്ച്. ഗോ ഓൾ.